Hello friends, welcome to our channel. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോട്ടറോളയുടെ എഡ്ജ് 60 ഫ്യൂഷൻ എന്ന് പറഞ്ഞ ഫോണാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ എഡ്ജ് 70 ഫ്യൂഷൻ ഓൾറെഡി ഇറങ്ങി, പക്ഷേ പ്രൈസ് ഗ്യാപ്പ് കൂടി. അതായത് 25,000 രൂപ സ്റ്റാർട്ടിങ് ഒക്കെ റേഞ്ച് ആയി. നിങ്ങൾക്ക് നോർമലി ഫ്യൂഷൻ സീരീസ് എന്ന് പറയുന്നത് 20 റേഞ്ചിലൊക്കെ വരുന്നൊരു ഫോണായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും 2026 20 റേഞ്ച് 21 റേഞ്ചിലൊക്കെ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം കണ്ണും പോലും എടുക്കാണ്ട് ഒരു പ്രശ്നമില്ല. വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും എഡ്ജ് 70 സീരീസ് ഫ്യൂഷൻ സീരീസ് ആയിട്ട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. മെഗാ പിക്സൽ ക്യാമറ ചെറുതായിട്ട് സെൻസർ മാറ്റിയിട്ടുണ്ട്, പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് സിമിലർ സംഭവമൊക്കെ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ 8GB 256GB വേരിയൻ്റ് ആണ്. നമ്മളിത് ആക്ച്വലി ഇൻസ്റ്റാമാർട്ട് ത്രൂ വാങ്ങിച്ചിട്ട്, അപ്പോൾ ഫ്ലിപ്കാർട്ടിനാട്ടും കൂടുതൽ റേറ്റ് കുറഞ്ഞ് നമുക്ക് ഇൻസ്റ്റാമാർട്ടിൽ ഇടുന്നുണ്ട്. അത് വേറെ കാര്യം. ഇതിൻ്റെ MRP പ്രൈസ് 25,999 ആണ്. പിന്നെ മോട്ടോ എഡ്ജ് 60 ഫ്യൂഷൻ, അതുപോലെ തന്നെ ഇത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇതിൻ്റെ കളർ ഒരു ഗ്രീൻ കളറാണ്. ആ കളർ മാത്രമേ അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ ഇൻസ്റ്റാമാർട്ടിൽ, അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. പിന്നെ മോട്ടോയുടെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടും എല്ലാ സംഭവങ്ങളും കിട്ടുന്നുണ്ട്. ഹൈ റെസൊല്യൂഷൻ ഓഡിയോ, വയർലെസ് സപ്പോർട്ട്. പിന്നെ ഇവരുടെ പാക്കേജിങ് നിങ്ങൾക്ക് അറിയാം, ഒരു എന്താ പറയുക, നോർമൽ പ്ലാസ്റ്റിക് ഫ്രീ പാക്കേജിങ് ആണ്. ഞാനിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്നു, പക്ഷേ ഫോൺ എടുത്തിട്ട് അൺബോക്സിങ് കാണാൻ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഫോൺ സിമ്മും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കിടക്കുന്നുണ്ട്. വെച്ചാൽ അമ്മയുടെ സിമ്മ് ഇതിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ജിയോ സിമ്മാണ് നമ്മൾ ഇതിലിടാൻ പോകുന്നത്. അപ്പോൾ സിമ്മ് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാണ് ഫോൺ. കർവ് സ്ക്രീൻ തന്നെയാണ്. എഡ്ജ് 70 ഫ്യൂഷനിലും കർവ് സ്ക്രീൻ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്താ വെച്ചാൽ അതിൽ കുറച്ച് വീതി കൂടി. അതായത് എഡ്ജ് 70 നമ്മൾ അൺബോക്സ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, വീതി കൂടിയിട്ടുണ്ട്. നോർമലി ഈ മോട്ടോറുടെ ഫോണുകൾ ഇങ്ങനെ കോമ്പാക്റ്റ് ആയിട്ട് വീതി കുറഞ്ഞിട്ടുള്ള ഫോണുകളായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ മോഡൽ വരുന്നത് ഫുൾ വീതി കൂടിയിട്ട്. അപ്പോൾ എഡ്ജ് നമ്മുടെ മോട്ടോറുടെ സിഗ്നേച്ചർ ഒക്കെ ആ ടൈപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഇതാണ് കളർ വരുന്നത്. ഈ കളറാണ് ഞാൻ അടുത്ത്. ഈ കളർ മാത്രമേ ഇൻസ്റ്റാമാർട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതെന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതിൽ 2 ക്യാമറ സെറ്റപ്പ് തന്നെയുള്ളത്. ഇപ്പോൾ എല്ലാം ഇവരുടെ ഈ ഒരു ഡിസൈൻ ആണല്ലോ. കർവ് സ്ക്രീൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഓൺ ചെയ്ത് നോക്കിയേക്കാം. നമ്മൾ ഓൺ ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. ചാർജ് ഉണ്ടാവും ചോദിക്കുന്നു. ചാർജ് ഉണ്ട്. ഹലോ മോട്ടോ ഇപ്പോൾ എഡ്ജ് 60 സീരീസുകൾക്കും എഡ്ജ് 70 സീരീസുകൾക്കും അത്യാവശ്യം നല്ല പോലെ അപ്ഡേറ്റ് പുഷ് ചെയ്യുന്ന ആക്ച്വലി മോട്ടോറോള ഇന്ത്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇഷ്യൂ കുറച്ച് ഇഷ്യൊക്കെ സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ സിഗ്നേച്ചറിൻ്റെ കാര്യം തന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് നല്ല ചെറിയൊരു സ്മെല്ലിലുണ്ട് കേട്ടോ. കൊള്ളാം. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടുന്നുണ്ട്. ഇതിലിപ്പോൾ അവർ ഈ 60 തൊട്ടാന്നുണ്ട് ഇവർ നമ്മുടെ ഈ എന്താ പറയുക കേസും സംഭവമൊക്കെ എടുത്ത് കളഞ്ഞത്. അത് മറ്റോർത്ത പരിപാടി. ഇപ്പോൾ ഇതിൽ കേസും സ്ക്രീൻ കാർഡും ഇല്ലാന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബുക്ക്ലെറ്റ്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കർവ് സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഗ്ലൂ ഉള്ള സ്ക്രീൻ കാർഡ് ഒട്ടിക്കണമെങ്കിൽ ഈ സാധനം വെച്ചിട്ട് അത് ഒട്ടിക്കാൻ തീരെ റെക്കമെൻഡ് അല്ല കേട്ടോ. കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഗ്ലൂ ഉള്ള സംഭവം ഒട്ടിക്കാണ്ടിരിക്കുക. ഇതിൽ എവിടെ പോയി മറ്റു സംഭവം കാണാമല്ലോ. ഇതവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മുടെ ബോക്സിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക 68 വാട്ടിൻ്റെ ചാർജറും ഒരു Type-C to Type-C PD ചാർജിങ് സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇപ്പോൾ സാംസങ്ങിലായിക്കോട്ടെ പിക്സലിലായിക്കോട്ടെ എല്ലാത്തിലും ഉപയോഗിക്കാം, ഐഫോണിലായാലും ഉപയോഗിക്കാം. അപ്പോൾ ഈ 2 സാധനം ഇതിൽ വരുന്നുണ്ട്. ഇതെല്ലാം ഒരു എല്ലാം ഓൾമോസ്റ്റ് സിമിലർ സാധനം തന്നെ എല്ലാത്തിനും കൊടുക്കുക. ഇത് 68 തന്നെയല്ലേ? 68 തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അവിടെ വയ്ക്കാം. ചാർജ് ചെറുതായിട്ട് ഉണ്ട് അതിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ചാർജ് ചെയ്യണ്ട. അപ്പോൾ മോട്ടോൻ്റെ അത് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല വിചാരിക്കുന്നത് വെച്ചാൽ അറിയാവുന്ന സംഭവമൊക്കെ ആയിരിക്കും മോട്ടോറിൻ്റെ. അപ്പോൾ UI ഇതിൽ അവർ മൊബൈൽ ഫോൺ നമ്മുടെ സിം ഇടാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സിം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ട് വരാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്നോടെങ്കിൽ എൻ്റെ പേര് വെച്ചാൽ ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിൽ ഫൈനാൻസ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷൻ ലിങ്കുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മളിത് സെറ്റപ്പും സിമ്മും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിൽ നമ്മുടെ ആൻഡ്രോയിഡ് 16 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടു ഞാൻ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് 16 ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്ഡേറ്റൊക്കെ ഞാൻ ആക്ച്വലി ഇന്നലെ ഏതാണ്ട് ഒരു ഇതിൻ്റെ മോട്ടോറോള ഇന്ത്യൻ്റെ ഒരു ഹെഡിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു പറയുന്നുണ്ട് മോട്ടോറോള സിഗ്നേച്ചർ, മോട്ടോറോള എഡ്ജ് 70 സീരീസ് 60 സീരീസിനൊക്കെ അപ്ഡേറ്റ് ഇനി പെട്ടെന്ന് സാധാരണക്കാട്ടും പെട്ടെന്ന് ഇനി അപ്ഡേറ്റ് പുഷ് ചെയ്യുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ 60 ഫ്യൂഷന് ആൻഡ്രോയിഡ് 16 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇനി സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഓവറോൾ ഇപ്പോൾ തന്നെ നല്ല സ്മൂത്താണ്, ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പിന്നെ ചെറുതായിട്ട് ഒരു എന്താ പറയുക, നോർമലി പണ്ടത്തെ മോട്ടോ UIയിൽ ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റായിരിക്കും ഗെയിമൊക്കെ വന്നിട്ടുണ്ട്. ഗെയിമൊക്കെ കളയാൻ പറ്റും എന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ എന്നാലും ഗെയിംസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനത് എന്താ പറയുക ബൂട്ട് ചെയ്തപ്പോൾ തന്നെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ എന്താ പറയുക അൺടിക്ക് ചെയ്താണ്. എന്നിട്ടും
സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പോൾ മോട്ടോറോള യുഐയിൽ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് സിഗ്നേച്ചർ സീരീസിലൊന്നും ഇല്ല കേട്ടോ. പക്ഷേ എഡ്ജ് സീരീസിലൊക്കെ ഒരു ചെറുതായിട്ട് ഇതുപോലെ ബ്ലോട്ട്വേഴ്സ് കൺസോൾ ചെയ്യാൻ പറ്റുന്ന ബ്ലോട്ട്വേഴ്സ് തന്നെയാണ്. പക്ഷേ എന്നാലും ബ്ലോട്ട്വേഴ്സ് വന്നോണെങ്കിലുണ്ട്. എന്ന് വെച്ചാൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ലല്ലോ. തനി സ്റ്റോക്ക് അതിനോട് നമ്മുടെ എന്താ പറയുക ഈ പിക്സലിൻ്റെ പോലെ ആയിരുന്നല്ലോ, പിക്സൽ യുഐൻ്റെ പോലെ ആയിരുന്നല്ലോ. നത്തിങ് ഓയിസും ചെറുതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ അവരത് എടുത്ത് കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളൊരു എന്താ പറയുക ഒരു 20,000 രൂപയ്ക്ക് റേഞ്ചിൽ നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ മോട്ടോറോളയുടെ ഈ സാധനം നോക്കാം. അതായത് IP68 69 ഒക്കെ വരുന്നുണ്ട്. 5G പ്രൊട്ടക്ഷൻ 5G വരുന്നുണ്ട്, എല്ലാ സംഭവം വരുന്നുണ്ട്. എന്താ പറയുക 50 മെഗാപിക്സൽ പ്ലസ് 13 മെഗാപിക്സലാണ് ക്യാമറ സെൻസർ വരുന്നത്. ഞാൻ ക്യാമറയുടെ സാമ്പിളൊക്കെ ജസ്റ്റ് ഞാൻ ചുമ്മാ വീഡിയോയിലെല്ലാം കൊടുക്കാട്ടോ, അത് വേറെ കാര്യം. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ അത് പുതിയ ലേറ്റസ്റ്റ് മോഡലൊന്നും അല്ല, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് പ്രൈസ് കുറവുണ്ട് ഫ്ലിപ്കാർട്ടിൽ, അത് മാത്രമല്ല കാർഡ് ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പോൾ ഇത് 8GB 256GB വേരിയൻ്റാ. 8GB ഒക്കെ സാധാരണ മതി നിങ്ങൾക്ക്. ഇപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിൽ ഗെയിമൊന്നും കളിക്കാൻ പോകുന്നില്ല. 8GB എന്താ വെച്ചാൽ ഇവരുടെ UA ഭയങ്കര ലൈറ്റ്, അതുകൊണ്ട് തന്നെ 8GB ധാരാളമാണ്. അപ്ഡേറ്റ്സ് വന്നാലും വലിയ ഇഷ്യൂസ് നല്ല ഉണ്ട്. ഭയങ്കര സ്മൂത്താണ്. ഒരു നമ്മുടെ എന്താ പറയുക ഒരു ഹൈ എൻഡ് ഫോണൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ സ്മൂത്താണ്. ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ പുതിയത് വന്നേക്കുന്നത് എഡ്ജ് 70 ഫ്യൂഷനിൽ നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 4 വന്നേക്കുന്നത്. ഇതിൽ നമുക്ക് MediaTekൻ്റെ വന്നേക്കുന്നത്. വലിയ കമ്പാരിറ്റീവ് ഇതിൽ ഓൾമോസ്റ്റ് നമുക്ക് ഒരു ആൻഡ്രോയിഡ് സ്കോർ നോക്കി കഴിഞ്ഞാൽ 10 ലക്ഷം ആയിരിക്കും. മറ്റേ ഓൾമോസ്റ്റ് ഒരു 11 ലക്ഷം. അത്രയ്ക്ക് ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 5,000 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിലും കർവ് സ്ക്രീൻ ആണ് വെച്ചാൽ കുറേ പേർക്ക് ഇപ്പോൾ കർവ് സ്ക്രീൻ ഇഷ്ടമില്ല. ഇതിലും കർവ് സ്ക്രീൻ തന്നെയാണ്. പിന്നെ അതിൽ കുറച്ച് വീതി കൂടിയുണ്ട്. അപ്പോൾ കുറേ പേർക്ക് വീഡിയോ നമ്മുടെ എന്താ പറയുക മീഡിയ കൺസെപ്ഷനൊക്കെ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ എഡ്ജ് 70 വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും. ഇതിലും ഡിസ്പ്ലേ ആണ്. ഇതിലും ഡിസ്പ്ലേ മോശമൊന്നുമില്ല. പക്ഷെ ഇത് കുറച്ചിങ്ങനെ നാരോ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ലെങ്ത് കൂടുതലായിട്ട് ഇങ്ങനെ. പക്ഷേ ഇൻ ഹാൻഡ് ഫീൽ പിടിക്കാനൊക്കെ പ്രത്യേക എസ്പെഷ്യലി നമ്മൾ കേസ് ഇട്ടിട്ട് പിടിക്കുമ്പോൾ ഇതായിരിക്കും കുറച്ചുകൂടി ഈസി. മറ്റത് കുറച്ചുകൂടി വീതി കൂടും. അപ്പോൾ പ്രത്യേകിച്ച് ഗേൾസിനൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കയ്യിൽ കൊള്ളാണ്ടുള്ള ഒരു പ്രശ്നം വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിൽ. അതേപോലെ എഡ്ജ് 70 സീരീസ് തൊട്ട് ഫുൾ അങ്ങനെ ഇനി അവരുടെ ഡിസ്പ്ലേ പാനൽ അവർ മാറ്റിയിട്ടുണ്ടത്. ഇതിലൊക്കെ നമുക്ക് OLED ഡിസ്പ്ലേ, നമുക്ക് അതിൽ ഇനി വരാൻ പോകുന്നില്ല AMOLED ഡിസ്പ്ലേ പാനൽ തന്നുകൊണ്ട് നമ്മുടെ നിങ്ങളുടെ എഡ്ജ് സിഗ്നേച്ചറൊക്കെ വന്നിട്ടായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ഓൾറെഡി അപ്ഡേറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം ബാക്കിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ബാക്കി വലിയ ബ്ലോട്ട്വേഴ്സ് ഒന്നും ഇല്ല. ചെറുതായിട്ട് 2-3 ഗെയിംസ് ഉണ്ടായിരുന്നു. വേറെ സംഭവങ്ങളൊന്നും നമുക്ക് ഇതിലിപ്പോൾ കാണാനില്ല കേട്ടോ. അപ്പോൾ ഓവറോൾ നല്ല സ്നാപ്പിയാണ്, ഒരു വിശ്വാസം കാണുന്നില്ല. ഞാൻ ക്യാമറ സാമ്പിൾസ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെറ്റപ്പ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. സെയിം ക്യാമറ സെറ്റപ്പ് തന്നെയാണ് 70 ഫ്യൂഷനിലും. പക്ഷേ അതിൽ സെൻസർ ചെറുതായിട്ട് ചേഞ്ച് ആയിരുന്നു മാത്രം. പക്ഷേ വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഒന്നും ഇല്ല. പക്ഷേ ബാക്ക് അതിന് മാറിയിട്ടുണ്ട്. ഇതൊരു പ്ലെയിൻ ഒരു പ്ലാസ്റ്റിക് ബാക്ക് പോലെ തോന്നുന്നത്. പക്ഷേ പ്ലാസ്റ്റിക് എന്ന് പറയാൻ പറ്റില്ല. ഒരു റബ്ബർ ഫിനിഷ് പോലത്തെ ഒരു ഫിനിഷാണ്. മറ്റേ ആക്ച്വലി ഫൈബർ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അതൊരു കുറച്ച് പ്രീമിയംനെസ് തോന്നും. അതിനുള്ള പ്രൈസും കൂടിയിട്ട് അത് വേറെ കാര്യം. പിന്നെ ഇതിൽ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ 3-4 കളറിൽ അവൈലബിൾ ഉണ്ട്. ബ്ലാക്ക് കളർക്ക് ബ്ലാക്ക് എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇൻസ്റ്റാമാർട്ടെന്നാണ് ചെയ്തത്. അപ്പോൾ അതിൽ നമുക്ക് ഓഫർ പ്രൈസിലാണ് കിട്ടുന്നത്. അപ്പോൾ അതുതന്നെ ഈ കളർ ഞാൻ കുഴപ്പം തോന്നിയില്ല. പിന്നെ എന്തായാലും നമ്മൾ കേസ് ഇടും. എന്താ വെച്ചാൽ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, അമ്മയ്ക്ക് വാങ്ങിച്ചാൽ അപ്പോൾ അമ്മയ്ക്ക് എന്തായാലും കേസ് ഇടും. അപ്പോൾ കളർ വലിയ ഇതല്ല, ഭയങ്കര സ്ലിമ്മാണ് കേട്ടോ, ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ പ്രത്യേകിച്ച് ഓൾഡർ പീപ്പിൾക്ക് യൂസ് ചെയ്യാൻ നല്ല സംഭവം എന്ന് നമ്മൾ പറയാം. ആകെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് കർവ് സ്ക്രീനാണ്. അത് നിങ്ങൾ 70 ഫ്യൂഷൻ എടുത്താലും കർവ് സ്ക്രീൻ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു കേസ് ഇട്ട് കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ആവും. പിന്നെ ഇതിൽ എന്തായാലും എനിക്ക് തോന്നുന്നത് ഇതിൽ ഇല്ല, ഇതിൽ ടെമ്പേഴ്സ് ഒന്നും ഇൻബിൽഡായിട്ട് വന്നിട്ടില്ല കേട്ടോ. മോട്ടോറോള ആദ്യമൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ അവർ ആ പരിപാടിയൊക്കെ നിർത്തി, അതാണ് കുഴപ്പമായത്. പിന്നെ BD ചാർജിങ് ആണ്, സ്ലിമ്മാണ്. അപ്പോൾ ഓവറോൾ നിങ്ങളൊരു എന്താ പറയുക 20,000 രൂപ റേഞ്ചിൽ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം നോക്കാട്ടോ, ഒരു പ്രശ്നമില്ല. അപ്പോൾ അപ്ഡേറ്റ്സ് ഉണ്ട്, അപ്ഡേറ്റ്സ് അത്യാവശ്യം പുഷ് ചെയ്യുന്നുണ്ട്. സെക്കൻഡറി ഫോണായിട്ട് കുറേ പേര് അപ്പോൾ സെക്കൻഡറി ഫോണൊക്കെ ആയിട്ട് 20-25,000 രൂപയ്ക്കൊക്കെ ഫോൺ നോക്കുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് നോക്കാട്ടോ. എന്താ വെച്ചാൽ പണ്ട് മോട്ടോറോളയുടെ ഏറ്റവും മെയിൻ പ്രശ്നമായിരുന്നു അപ്ഡേറ്റ്സും സർവീസും അവർ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, മോട്ടോറോള ഇന്ത്യയുടെ ഹെഡ് എൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അവരും ഇമ്പ്രൂവ് ആക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഈ റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ പിന്നെ നത്തിങ് വരുന്നുണ്ട്, നത്തിങ് 3A ലൈറ്റൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ മീൻ സർവീസൊക്കെ കണക്ക് തന്നെയാണ്, അത് വേറെ കാര്യം. അപ്ഡേറ്റ്സ് അത്യാവശ്യം നല്ലതാണ്. പക്ഷേ ഇതും അപ്ഡേറ്റ്സ് അവർ സോൾവ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ, അടുത്ത വീഡിയോ കാണാം. ബൈ.